ഓക്കെ. അപ്പോ നമുക്ക് ക്ലാസ് അങ്ങോട്ടേക്ക് ആരംഭിച്ച് കളയാം. മകളെ, ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ് ഏതാടാ സാധനം? ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ്. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ്. എന്തായാലും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദ്യം ഉറപ്പാണ്. ഒപ്പം ഈ ഒരു ഭാഗം പഠിക്കുന്നത് കൊണ്ട് മറ്റൊരുപാട് ഭാഗങ്ങളിൽ പ്രയോജനം കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയാം. ഓക്കെ ആണോ? ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ്. എടാ, ഈ ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിലെ ക്വസ്റ്റ്യനുകളെ ഉൾപ്പെടുത്താൻ പോകുന്നതെന്നറിയാമോ? CGL മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ CHSL മാതൃകയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ കേരള PSCക്ക് പല തവണകളിലായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ നമ്മൾ എടുക്കുന്നുണ്ട്. മറ്റ് സ്റ്റേറ്റ് PSCകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ എടുക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഒരു ഭാഗത്തിനെ വളരെ വൃത്തിയായിട്ട് അങ്ങോട്ട് പഠിക്കാം. ഓക്കെ ആണോ മക്കളെ? ഈ ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തില് ശ്രദ്ധിച്ചോണേ. ഈ ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 തുടങ്ങി 19 വരെയുമുള്ളതായ നമ്പറുകളുടെ ഡിവിസിബിലിറ്റി നമുക്ക് പഠിക്കണം. ഇനി ഈ 2 തുടങ്ങി 19 ഇടയിലുള്ള ചില ആളുകളെ ഒഴിവാക്കാം. എല്ലാവരെയും ഒന്നും പഠിക്കണ്ട. പ്രൈമുകളായിട്ടുള്ള ചില ആളുകളുണ്ട് ഈ പറയുന്ന 12 മുകളിലേക്ക് വരുന്നത്. അവരെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. കാരണം പരീക്ഷയ്ക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ട്. ഓക്കെ ആണോ? അപ്പോ ഞാൻ വളരെ മിനിമലായി കാര്യങ്ങളിലൂടെ നമ്മുടെ ടോപ്പിക്കിനകത്തേക്ക് കടക്കുകയാണ്. ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഡിവിസിബിൾ ബൈ 2 ആകുന്ന ഒരു നമ്പറിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് പറഞ്ഞേടാ. ഡിവിസിബിൾ ബൈ 2 ആകുന്ന ഒരു നമ്പറിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാ ഈവൻ നമ്പറുകൾ. ശരിയാണോ? അപ്പോ ഈ പറയുന്ന ഡിവിസിബിൾ ബൈ 2 ആകുന്ന ഒരു സിറ്റുവേഷനിൽ എല്ലാ ഈവൻ നമ്പറുകളും 2 കൊണ്ട് ഡിവിസിബിൾ ആകും എന്ന് നമുക്ക് പറയാൻ പറ്റും. മക്കളെ, കമന്റ് കൂടെ ചെയ്യണേടാ. എന്താ ഞാൻ പറഞ്ഞേ? ഏതൊരു ഈവൻ നമ്പറിനെ വേണമെങ്കിലും നിങ്ങൾ പരിഗണിച്ചോ. ഏതൊരു ഈവൻ നമ്പറും എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. ഡൗട്ടുണ്ടോ മക്കളെ? ഇല്ലല്ലോ അവിടെ. ഓക്കെ അല്ലേ? ഇനി ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഡിവിസിബിൾ ബൈ 3 എന്ന് പറയുന്ന ആളിനെയാണ്. ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത? നമുക്ക് ഇച്ചിരി എക്സാമ്പിളുകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് കാര്യങ്ങൾ പറയാം. മക്കളെ, ഡിവിസിബിൾ ബൈ 3 ആകുന്നതായ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരൂടാ? സം ഓഫ് ഡിജിറ്റ്സ് നോക്കണം. എന്ത് വേണോടാ? സം ഓഫ് ഡിജിറ്റ്സ് നോക്കണം. ഓക്കെ ആണോ? ആരെ നോക്കണം? സം ഓഫ് ഡിജിറ്റ്സ്. ഈ സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ തന്നിരിക്കുന്ന ആള് എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? തന്നിരിക്കുന്നതായ ഒരു നമ്പറിനെ എടുക്കുന്നു. ആ നമ്പറിനകത്തുള്ള ഡിജിറ്റുകളുടെ സമ്മ് ഞാൻ പരിശോധിക്കുന്നു. ആ സമ്മ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. മക്കളെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നതുകൊണ്ട് ഒരു ഓവർ കോൺഫിഡൻസ് ഇവിടെ വെക്കരുത്. നിങ്ങളുടെ മനസ്സിൽ എഴുതിയിരിക്കുന്ന ചില സാധനങ്ങളെ ഞാൻ പൊളിച്ചടുക്കി ഒന്നേന്ന് കൂട്ടിച്ചേർക്കും കേട്ടോ. താണ്ടെ അടുത്ത കാര്യത്തിനകത്തേക്ക് വാ. തന്നിരിക്കുന്ന ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് തിരിച്ചറിയാനുള്ള വഴിയിലേക്കാണ് ഇനി അടുത്തത് നമുക്ക് പോകേണ്ടത്. എന്താ പറഞ്ഞേ? തന്നിരിക്കുന്നതായ സംഖ്യ ഡിവിസിബിൾ ബൈ 4 ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയും? മക്കളെ, നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേടാ. നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേടാ. ഏറ്റവും ആദ്യം ഞാൻ പറയുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഖ്യകളും ഈവൻ നമ്പർ ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ സംഖ്യകളും ഈവൻ നമ്പറുകളായിരിക്കും. അത് മസ്റ്റായ ഒരു കാര്യമാണ്. ഓക്കെ ആണോ? തീർന്നിട്ടില്ല. നമുക്ക് എപ്പോഴും വേണ്ടത് തന്നിരിക്കുന്ന ഡിജിറ്റിനകത്തുള്ള ലാസ്റ്റ് 2 നമ്പേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ ആണോ? അവസാനിക്കുന്ന ലാസ്റ്റ് 2 നമ്പറുകളാണ് നമുക്ക് വേണ്ടത്. ആ 2 നമ്പറുകൾ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന അവസാന 2 സംഖ്യകൾ ഉള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് സ്വാഭാവികമായും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. ഓക്കെ ആണോ? നമുക്ക് ആദ്യമേ 5 വരെയുള്ളത് പറയാം, എന്നിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അപ്പൊ ചെയ്യാനും പറ്റും എന്റെ കൂടെ. മക്കളെ, 4ന്റെ ഡിവിസിബിലിറ്റിയുടെ കാര്യം അവിടെയും തീർന്നില്ല. എന്താണ് ഇനി അവിടെ വരുന്നതെന്ന് ചോദിച്ചാല്, ലാസ്റ്റ് 2 വരുന്നത് 0കളാണെങ്കിൽ, 2 0യിൽ എൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവനും ഓട്ടോമാറ്റിക്കലി ആരായിട്ട് മാറും?
അവസാനിക്കുന്നത് 2 സീറോകളിലാണോ? ആണെങ്കിൽ അവനും ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവനായിരിക്കും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവനായിരിക്കും. ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്തൊക്കെ പറഞ്ഞു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സംഖ്യകളും ഈവൻ നമ്പറുകളാണ്. അങ്ങനെ ഒരു ഈവൻ നമ്പർ ആകുന്ന 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളിലെ ഏറ്റവും അവസാനത്തെ 2 നമ്പറുകളെ പരിഗണിക്ക്. ആ 2 നമ്പറുകൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് 4 കൊണ്ട് ഡിവിസിബിൾ ആയ ഒരു നമ്പറാ. ഇനി പറഞ്ഞു അവസാനിക്കുന്നതായത് 2 സീറോകളിലാണെങ്കിലും തന്നിരിക്കുന്ന സംഖ്യ പറഞ്ഞോടാ 4 കൊണ്ട് ഡിവിസിബിളാ. ഇനി നേരെ ഡിവിസിബിൾ ബൈ 5ലേക്ക് വാ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൂടെ ചെയ്തു നോക്കാം. മക്കളെ, ഡിവിസിബിൾ ബൈ 5 എന്നതിന്റെ കണ്ടീഷൻ എന്താ? നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയെ നോക്കാൻ പോവുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കൂടാ? ഡിവിസിബിൾ ബൈ 5 ആകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? എൻസ് വിത്ത് എങ്ങനായിരിക്കൂടാ? നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. എൻസ് വിത്ത് 5 അല്ലെങ്കിൽ 0. ഒന്നുകിൽ 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ ആയിരിക്കണം, അല്ലെങ്കിൽ 0ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ ആയിരിക്കണം. ഈ 2 കാര്യങ്ങൾ കൃത്യമായും ഫോളോ ചെയ്യുന്നെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. ഡൗട്ട് വല്ലതും ഉണ്ടോ മക്കളെ? ഡൗട്ട് വല്ലതും ഉണ്ടോ? പറഞ്ഞേടാ. ഉണ്ടോടാ? ഉണ്ടോ? എന്നാൽ ഇനി 1-2 എക്സാമ്പിളുകൾ ഞാൻ അങ്ങോട്ട് എഴുതാം. മക്കളെ, 274 അല്ലെ വേണ്ട 272 എന്നൊരു സംഖ്യയെ ഞാൻ പരിഗണിക്കുക. നമ്പർ ഏതാടാ? 272. നിങ്ങൾ പറ, ഇത് നോക്കിയിട്ട് ഇവനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ 5 വരെയുള്ള സംഖ്യകൾ ആരൊക്കെ വരൂടാ? ഇവൻ ആരൊക്കെ കൊണ്ട് ഡിവിസിബിളാ? പറഞ്ഞേടാ. ഒന്നാമത്തെ കാര്യം, ഇവൻ ഒരു ഈവൻ നമ്പറാ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂടാ? പറഞ്ഞേ മക്കളെ. ഡിവിസിബിൾ ബൈ ആരൊക്കെ കൊണ്ട് ആരെയൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂടാ? നിങ്ങൾ നോക്കിയിട്ട് പറ. കണ്ണുകൊണ്ടൊന്ന് ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി. നൈസായിട്ടൊന്ന് പറഞ്ഞേടാ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് പറ്റുവോ? സം ഓഫ് ഡിജിറ്റ്സ് എടുക്കടാ. 7ഉം 2ഉം 9. താണ്ടെ കൂട്ടുവാ. താണ്ടെ സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക. 2 + 7 + 2 എത്ര വരും? ആൻസർ വരുന്നത് എത്രടാ? 7ഉം 2ഉം 9, 9ഉം 2ഉം 11. ഓക്കെ. ചില ആളുകള് ഇതിനെ ഇങ്ങനെ കൂട്ടാൻ ശ്രമിക്കും. പക്ഷെ സം ഓഫ് ഡിജിറ്റ്സ് നമ്മൾ അങ്ങനെ പരിഗണിക്കണമെന്ന് നിർബന്ധം, ഇങ്ങനെ കൂട്ടിയെടുക്കണമെന്ന് നിർബന്ധമില്ല. 9കൾ വെട്ടിക്കളഞ്ഞാലും മതി. അതായത് ഈ 7ഉം ഈ 2ഉം വെട്ടിയതിന് ശേഷം വരുന്നത് 2 അല്ലേ? ആ 2 വെച്ച് പരിഗണിച്ചാലും മതി. ഓക്കെ ആണോ? ആ 2 വെച്ച് പരിഗണിച്ചാലും മതി. 2 എന്ന് പറയുന്നത് ഒരു 3യുടെ മൾട്ടിപ്പിൾ അല്ല. ഡൗട്ട് ഉണ്ടോ? ഞാൻ ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാവേ. തൽക്കാലം ഇത്രയേ ഉള്ളൂ. 3 എന്ന് പറയുന്ന 9കളെ വെട്ടിക്കളഞ്ഞ് അവശേഷിക്കുന്ന സംഖ്യ ഡിവിസിബിൾ ബൈ 9 ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ ആണോ? അല്ല. അപ്പോ കൂട്ടുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് എത്ര ആയിരുന്നു? 11 കിട്ടി. ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി പറഞ്ഞ 72 എന്ന് പറയുന്ന അവസാനത്തെ 2 ഡിജിറ്റുകളെ പരിഗണിച്ചപ്പോ 72 എന്ന് പറഞ്ഞാൽ 8 × 9 ആണ്. ഈ 8ന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു 4 ഉണ്ട്. 4 × 2 × 9. അതിനർത്ഥം 72 എന്ന് പറയുന്ന ആള് 4 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്ന ആളാണ്. സോ തന്നിരിക്കുന്ന 272 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 4 കൂടെയാണ്. 2 വന്നു, 4 വന്നു. 3 കൊണ്ട് പറ്റില്ല. 5 കൊണ്ട് പറ്റുമോ? 5 കൊണ്ട് പറ്റുമോ? പറഞ്ഞേടാ. 5 കൊണ്ട് പറ്റുമോ? ഇല്ല. കാര്യം എന്താ? അവസാനിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 2ലാണ്, 5ലും 0ലും അല്ല. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ സെറ്റായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോടാ. ഡൗട്ടില്ലേ എങ്കിൽ ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു തരാം. എടാ, 241.00 ഒറ്റ നോട്ടത്തിൽ ഇവനെ നമ്മൾ ഈ പഠിച്ച 1 മുതലുള്ള അല്ലെങ്കിൽ 2 മുതൽ 5 വരെയുള്ളതിൽ ഏറ്റവും പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്നത് എന്താ? ഈ പറയുന്ന അവസാനിക്കുന്നത് 2 പൂജ്യങ്ങളിലാണ്. ഈ പറയുന്ന അവസാനിക്കുന്ന 2 പൂജ്യങ്ങളിലാണെങ്കിൽ ഇവനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറയണ്ടേ? പറഞ്ഞേ. ഇവനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറയണ്ടേ? ഡിവിസിബിൾ ബൈ 4. അവസാനിക്കുന്നത് 2 സീറോയിലായതുകൊണ്ട് ഡിവിസിബിൾ ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാ. ഇനി പറ, ഇവനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും? ഒറ്റയടിക്ക് 2 പൂജ്യത്തിൽ എന്ത് ചെയ്യുന്നത് കൊണ്ടാണ് 4ന്റെ കാര്യം പെട്ടെന്ന് പറയാൻ പറ്റിയേ. 5 കൊണ്ട് പറ്റുമായിരിക്കോ? 4 കൊണ്ട് പറ്റും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 5 കൊണ്ട് പറ്റുമോ? എന്ത് ചെയ്യുന്നത്? സീറോയിലാ. പിന്നെ നോക്കണ്ട, 5 കൊണ്ട് പറ്റും. ഇനി പറ, കൂട്ടി നോക്ക. 4 1 5, 5 2 7. കൂട്ടുമ്പോ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്
എന്തല്ല? സം ഓഫ് ഡിജിറ്റ്സ് 7 എന്നാ വരുന്നത്. ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ? അല്ല, 3 കൊണ്ടപ്പോ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. ശരിയാണോ? 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 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? തന്നിരിക്കുന്ന സംഖ്യ ഒരു ഈവൻ നമ്പറാ. ഡൗട്ട് ഉണ്ടോ? മകളെ, ഇത്രയും നേരം പറഞ്ഞതായ കാര്യങ്ങൾ തലയിലോട്ട് അടിച്ചുറപ്പിക്കാൻ പറ്റിയോ? വ്യക്തമായോ? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലേക്കാ പോകാൻ പോകുന്നത്. വ്യക്തമായെങ്കിൽ ഒന്ന് പറഞ്ഞേ. യെസ്. എന്നാൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഡിവിസിബിലിറ്റി. നിങ്ങളുടെ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്തൊക്കെ ആഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഡിവിസിബിൾ ബൈ 6 ആണ് അടുത്തൊരു ചോദ്യം. മക്കളെ, ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിവിസിബിൾ ബൈ 6 എന്നാണ് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ ആരായിരിക്കും? ഒന്ന് പറഞ്ഞേടാ. ഒരു ഈവൻ നമ്പർ ആയിരിക്കും. തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആവോ? 6ന്റെ പട്ടികയില്ലയോ? 6, 12, 18, 24, 30. ഒരു ഈവൻ നമ്പർ അല്ലാതെ വേറൊരു ഓഡ് നമ്പർ ഒന്നും അതിനകത്ത് വരുന്നില്ല. സോ ഡിവിസിബിൾ ബൈ 6 ആണെങ്കിൽ അത് എന്തായിരിക്കും? ഓഡ് നമ്പർ ആണോ? അല്ല, കംപ്ലീറ്റ്ലി ഈവൻ ആകുന്ന നമ്പറുകളാണ്. അത് മാത്രമല്ല, ഡിവിസിബിലിറ്റി ബൈ 6 പ്രൂവ് ചെയ്യണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുമായിരിക്കണം. അതേസമയം 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കേട്ടോ? 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഡൗട്ട് ഉണ്ടോ? 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ഡൗട്ട് ഉണ്ടോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഡൗട്ട് ഉണ്ടോ? എടാ, ഇപ്പോ ഞാൻ എടുക്കുകയാണ് 360. ഈ 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ അടുത്ത്. ഈസ് ദിസ് ഡിവിസിബിൾ ബൈ 6? 6 കൊണ്ട് ഭാഗിക്കുവാൻ കഴിയുന്ന ഒരാളാണോ ഇവൻ എന്ന് നമ്മളോടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. 2 കൊണ്ട് പറ്റും. കാര്യം തന്നിരിക്കുന്നത് ഒരു ഈവൻ നമ്പറാ. ഇനി എന്ത് ചെയ്യണം? സം ഓഫ് ഡിജിറ്റ്സ് നോക്കണം. 3 + 6 + 0. സം ഓഫ് ഡിജിറ്റ്സ് 9 വരുന്നുണ്ട്. ശരിയല്ലേ? 9 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായി വരുന്ന ഒരാളാണ്. അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, ഈ തന്നിരിക്കുന്ന ആള് 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും. 2 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും എന്നാണെങ്കിൽ ഈസ് ഓൾസോ എന്താണടാ? ഡിവിസിബിൾ ബൈ 6. ഡൗട്ട് ഉണ്ടോ? ഓൾസോ ഡിവിസിബിൾ ബൈ 6. ഡൗട്ട് ഉണ്ടോ? 2 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും. അതുകൊണ്ട് ഓൾസോ ഡിവിസിബിൾ ബൈ 6 ആയിരിക്കും 360. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? 180 എന്ന് പറയുന്ന ആളിനെ ഒന്ന് നോക്കേടാ. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 8 + 1 9 വരും. 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 6. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പറ്റും. ശരിയല്ലേ? ശരിയല്ലേ? ഡൗട്ടുകളൊന്നുമില്ലേ? എന്നാൽ ഇനി 7ന്റെ ഡിവിസിബിലിറ്റി ഒരുവിധം ആളുകൾക്കൊന്നും കൃത്യമായിട്ട് ഓർമ്മയിൽ നിലനിർത്താൻ പറ്റുന്ന ഒന്നല്ല. നമ്മുടെ CGL-ഉം CHSL, കേരള PSC പോലെയുള്ള പരീക്ഷകളിൽ 3 ഡിജിറ്റ് നമ്പറുകളായിരിക്കും ചോദിക്കുക. ആ 3 ഡിജിറ്റ് നമ്പറുകൾ ക്രാക്ക് ചെയ്യാനുള്ള വഴി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോ എന്റെ മുമ്പിലേക്ക് ഒരു സംഖ്യ തരികയാണ് 161. എന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇത് ഡിവിസിബിൾ ബൈ 7 ആണോ? ഓക്കെ ആണോ? ഇത് ഡിവിസിബിൾ ബൈ 7 ആണോ? ഓക്കെ ആണോടാ? ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാവോടാ? ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഏറ്റവും അവസാനിക്കുന്നതായ സംഖ്യ ഏതാണ്? വൺസ് പ്ലേസിലെ സംഖ്യ. ഒറ്റ എന്ന് പറയുന്ന സ്ഥാനത്ത് കിടക്കുന്നതല്ലേ 1. ആ 1നെയും ബാക്കിയുള്ളവനെയും കൂടെ മാറ്റി എഴുതണം. കാണാൻ പറ്റുന്നുണ്ടോ? താണ്ടേ, ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞേ? അവിടെ ഞാൻ എന്ത് ചെയ്തു? 16 എന്നൊരു സംഖ്യയും എഴുതി, 1നെ മാറ്റി എഴുതി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി 7ന്റെ ഡിവിസിബിലിറ്റിയിലേക്ക് വന്നാൽ എന്ത് ചെയ്യണം? ഒറ്റ എന്ന സ്ഥാനത്ത് കിടക്കുന്ന ആ ഒരു സിംഗിൾ ഡിജിറ്റിനെ 2 കൊണ്ട് ഗുണിക്കുക. എന്ത് ചെയ്യണോടാ? 2 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണോടാ? ഞാൻ ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്ന ആ യൂണിറ്റ് പ്ലേസ് ഒഴികെയുള്ള ബാക്കി 2 ആളുകളില്ലേ, കണ്ടോ? ഇവന്മാരെ എന്ത് ചെയ്യുക? ഗുണിച്ച് കിട്ടുന്ന ഉത്തരവുമായിട്ട് എന്ത് ചെയ്യണം? കുറയ്ക്കുക. എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ ആൻസർ എങ്ങനെ വരൂടാ? 16 അപ്പുറത്തുള്ളത്. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചതിന് പ്രകാരം നമുക്ക് 1 ഗുണം 2 എന്ന് പറയുന്നത് 2 വന്നു. തങ്ങളിൽ കുറയ്ക്കുമ്പോൾ 4 എന്ന് വന്നു. ആണോ? അല്ല, 14 എന്നാ വരുന്നത്. ഓക്കെ ആണോടാ? ഞാൻ ഇങ്ങനെ കുറച്ചപ്പോ, സബ്സ്ട്രാക്ട് ചെയ്തപ്പോ എനിക്ക് 14 എന്ന് കിട്ടി. ഓക്കെ ആണോ?
ഇനി ഞാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ കുറയ്ക്കുമ്പോ ഒന്നുകിൽ എനിക്ക് 0 വരണം, അല്ലെങ്കിൽ എനിക്ക് 7 വരണം, അല്ലെങ്കിൽ 7ന്റെ ഗുണിതങ്ങൾ വരണം. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഉറപ്പാണ് തന്നിരിക്കുന്ന ആള് ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. ഡിവിസിബിൾ ബൈ 7 ഈസ് കൺഫേംഡ് ദെൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആണെങ്കിൽ പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒരു ചോദ്യവും കൂടെ തരാം. 351, സോറി 351 വേണ്ട, 357 ആയിക്കോട്ടെ. ഈസ് ദിസ് ഡിവിസിബിൾ ബൈ 7? ഒന്ന് കൺഫേം ചെയ്തോ, ഒന്ന് കൺഫേം ചെയ്തോ. ഈസ് ദിസ് ഡിവിസിബിൾ ബൈ 7? ഒന്ന് കൺഫേം ചെയ്തോടെ. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നവനാണോ ഇവൻ എന്നൊന്ന് കൺഫേം ചെയ്തോ. എങ്ങനെ ചെയ്യണ്ടേ? എങ്ങനെ ചെയ്യണ്ടേ? കയ്യിലൊരു ബുക്കും പേപ്പറും വെക്കണേ, മസ്റ്റാണേ. 35 എന്ന് എഴുതി അവസാനിക്കുന്ന 7നെ ഞാൻ മാറ്റി എഴുതി. എന്നിട്ട് ഈ ഒറ്റ എന്ന സ്ഥാനത്ത് കിടക്കുന്ന 7നോടൊപ്പം 2 കൊണ്ട് ഗുണിച്ചു. ഗുണിച്ചിട്ട് അവിടെ മാറ്റി എഴുതിയിരിക്കുന്ന 35ഉം ഈ 2 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഉത്തരവും തങ്ങളിൽ കുറച്ചു. കുറയ്ക്കുമ്പോ എന്റെ ആൻസർ എന്ത് വരും? 35ൽ നിന്ന് ഞാൻ 14 കുറയ്ക്കണമെന്നാകും. 35ന്ന് 14 കുറച്ചാൽ എത്ര വരും ഇവിടെ? 21 എന്നായിരിക്കും വരിക. എന്റെ ചോദ്യം 21 എന്ന് പറയുന്നത് ആരാ? 7ന്റെ ഗുണിതമാണ്. 7ന്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന 357 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7. ഇറ്റ് ഈസ് വെരി വെരി കറക്റ്റ്. അത് 7 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ആളാ. ഡൗട്ട് ഉണ്ടോ? 7 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ആളാ. അപ്പോ 7ന്റെ ഡിവിസിബിലിറ്റി പഠിച്ചോ. ഒരു എക്സാമ്പിൾ കൂടെ വേണോ ചെയ്യാൻ? നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടെ വേണോ ചെയ്യാൻ? വേണോടാ? വേണോ മക്കളെ? വേണമോ? 532 ചെയ്തു നോക്കടാ. 532. എന്റെ പിള്ളേർ ഇവിടെ വന്ന നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മാക്സിമം വഴി ഞാൻ ഒരുക്കി തരുമല്ലോ. 532 ഡിവിസിബിലിറ്റി ബൈ 7 ചെക്ക് ചെയ്ത് നോക്കടാ. അത് കഴിഞ്ഞ് അടുത്തത് ഒരു 243 ചെക്ക് ചെയ്ത് നോക്കടാ. ഇതിലേതാണ്? നമുക്ക് ഇതിനെ രണ്ടിനെയും ചെക്ക് ചെയ്ത് നോക്കാം, ഒരു ബുദ്ധിമുട്ടും വേണ്ട. അപ്പൊ ഞാൻ എന്ത് എഴുതണം? 53 ഇവിടെ എഴുതി. ഞാൻ എന്ത് ചെയ്തു? 2 എന്ന് എഴുതിയിരിക്കുന്നതിനെ ഒരു 2 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് കിട്ടിയ ഉത്തരത്തിനെ തങ്ങളിൽ കുറച്ചു. കുറയ്ക്കുമ്പോ എന്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? 53നകത്ത് നിന്ന് ഞാൻ 4നെ കുറയ്ക്കണം. എത്ര വരൂടാ? 49. 49 7ന്റെ ഗുണിതമായത് കൊണ്ട് 532 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 7 ആ. ഇറ്റ് ഈസ് വെരി വെരി കറക്റ്റ്. ഇനി എന്താ പറഞ്ഞേ? 243 എന്നാണെങ്കിൽ 24 എന്ന് എഴുതണം. താണ്ടെ ബാറിട്ട് 3 എഴുതി. 3 ഗുണം 2 6. 18 സോറി 24 6 പുറകിലേക്ക് പോയാൽ കിട്ടുന്നത് 18. 18 7ന്റെ ഗുണിതമല്ലാത്തത് കൊണ്ട് നോട്ട് ഡിവിസിബിൾ. നോട്ട് ഡിവിസിബിൾ ബൈ 7. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? കണ്ടോ? ഈ സാധനം പഠിച്ചോ? ഇപ്പൊ അടിപൊളിയായിട്ട് മനസ്സിലായോ? ഡിവിസിബിലിറ്റി ബൈ 7 എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അടിപൊളിയായിട്ട് മനസ്സിലായോടാ? ഒന്ന് കമന്റ് ചെയ്തേടാ. ഡിവിസിബിലിറ്റി ബൈ 7 എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായോടാ? ഒറ്റയാളെ പോലെ ഞാൻ വെറുതെ വിടില്ല, എല്ലാരും പഠിപ്പിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതി വെക്കാം നമുക്ക്. ഡിവിസിബിലിറ്റി ബൈ 7 എന്ന് പറയുന്നത് എങ്ങനെ? ദാണ്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കണം, ഇവിടെ ഒരു വര വരയ്ക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ എഴുതേണ്ടത് യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആളാണെന്നൊന്ന് കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ഒരു ഗുണം 2 ഇടുക. ഇവിടെ ഒരു വര വരച്ചേച്ച് നടുക്കൊരു മൈനസിന്റെ ചിഹ്നം കാണിച്ചാൽ മതി. അങ്ങനെ കിട്ടുന്ന ആള് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ 0, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 7ന്റെ ഗുണിതം. ഇങ്ങനെ ഒന്ന് കാണിച്ചു വെച്ചാൽ മതി. ഓക്കെ ആണോ? എന്തിനാവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കണ്ടേ? ഒരാവശ്യമില്ല. നൈസായിട്ട് ഇതൊന്ന് എഴുതി വെച്ചാൽ കാണുമ്പോ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. 7ന്റെ ഡിവിസിബിലിറ്റി പിടികിട്ടിയോ? പിടികിട്ടിയോ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റാ. പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത്, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന നമ്പേഴ്സ് എന്ന് പറയുന്ന ആളുകളെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഡിവിസിബിലിറ്റി ബൈ 7ന്റെ ഉപയോഗം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത്രയേറെ സ്ട്രെസ് തന്ന് തന്നെ പറഞ്ഞത്. ഓക്കെ ആണോ? ഇനി നോക്കേടാ, നമുക്ക് അടുത്ത നോക്കേണ്ടത് ഡിവിസിബിലിറ്റി ബൈ 8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന സംഖ്യകളുടെ പ്രത്യേകത.
ഏറ്റവും ആദ്യം പറയണം തന്നിരിക്കുന്ന സംഖ്യ എന്തായിരിക്കണം? ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഡൗട്ട് ഉണ്ടോ? ഡിവിസിബിൾ ബൈ 8 ആകുന്ന ഏതൊരു സംഖ്യയും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. 8, 16, 24, 32, 40, 48, 56 ഒരൊറ്റ ഓട് പോലും ഇല്ല, എല്ലാ ഈവനാ. ഓക്കെ ആണോ? ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ടത് 4 എന്ന് പറയുന്ന ആളിന് എന്ത് ചെയ്തോ അതിന്റെ കൂടെ 1 വീതം കൂട്ടി വെച്ചാൽ മതി. എന്താ ഉദ്ദേശിച്ചേ? ലാസ്റ്റ് 3 ഡിജിറ്റ്സുകളെ നോക്കണം. 3 ഡിജിറ്റ്സുകളെ നോക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ്സുകൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ അവൻ 8 കൊണ്ട് ഡിവിസിബിൾ ആണ് എൻറ്റയർ നമ്പർ. മക്കളെ ഓക്കെ ആണോ? മനസ്സിലായോ? എന്താ ഞാൻ പറഞ്ഞേ? തന്നിരിക്കുന്നതായ സംഖ്യ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണോ എന്നറിയാൻ അവസാനമുള്ള 3 ഡിജിറ്റുകളെ നോക്കിയാൽ മതി. ഈ അവസാനിക്കുന്ന 3 ഡിജിറ്റുകളെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് തെളിയിച്ചാൽ തന്നിരിക്കുന്ന സംഖ്യ പൂർണ്ണമായും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഇനി ഇതാ നോക്കേ, സീറോകളുടെ എണ്ണം വെച്ച് വേണോ? അതാണ്ട് ലാസ്റ്റ് വരുന്നത് 3 സീറോകളാണെങ്കിൽ, 3 സീറോകളാണെങ്കിൽ ഡെഫിനിറ്റ്ലി ഇറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 8. അവസാനിക്കുന്നത് 3 പൂജ്യത്തിലാണ് എന്നാണെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 100% ഷുവർ. ഇനി പറ, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്ട് ഈ 2 പൂജ്യം, അത് നോക്കുമ്പോ തന്നെ ഡിവിസിബിൾ ബൈ 4 ആ കേട്ടോ. ഓക്കെ ആണോടാ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അതേ ആളിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണേ, ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പൊ നമ്മള് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യകളും ഈവൻ ആണെന്ന് പറഞ്ഞു. ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റുകൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലായിരിക്കണം, അല്ലെങ്കിൽ എൻഡ് വിത്ത് 2 zeros. ഇനി എന്താ പറഞ്ഞ? ഡിവിസിബിൾ ബൈ 5 ആണെങ്കിലോ ഒന്നുകിൽ 5ൽ തീരണം, അല്ലെങ്കിൽ 0ൽ അവസാനിക്കണം. ഡിവിസിബിൾ ബൈ 6 ആണെങ്കിലോ 2 കൊണ്ടും പറ്റണം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സംഖ്യകൾ 6 കൊണ്ട് പറ്റും. 7 ആണെങ്കിലോ വൺസ് പ്ലേസിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവശേഷിക്കുന്ന സംഖ്യയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 0, അല്ലെങ്കിൽ 7ന്റെ ഗുണിതമാണെങ്കിൽ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 7. 8ന്റെ കാര്യമാണ് പറഞ്ഞെങ്കിലോ ഈവൻ ആയിരിക്കണം, ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 8 ആയിരിക്കണം, അല്ലെങ്കിൽ എൻസ് വിത്ത് 3 zeros. ഇനി നമുക്ക് നോക്കാം അടുത്ത ആള് ഡിവിസിബിൾ ബൈ 9. മകളെ, ഡിവിസിബിൾ ബൈ 9 എന്ന് പറയുന്ന, ഇപ്പൊ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ 3 കൊണ്ട് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചെക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ 9ന്റെ ഡിവിസിബിലിറ്റി നോക്കാം. കാര്യം എന്താ? സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്ത് നോക്കണം? സം ഓഫ് ഡിജിറ്റ്സ് നമ്മൾ എടുത്തു നോക്കണം. അതൊരു മൾട്ടിപ്പിൾ ഓഫ് 9 ആണെങ്കിൽ ഡിവിസിബിലിറ്റി ബൈ 9 അവിടെ അപ്രൂവ് ആയി, ഡിവിസിബിലിറ്റി ബൈ 9 സെറ്റായി. ഇപ്പൊ ഞാൻ പറയുക 9, 9, 3. ഓക്കെ ആണോ? ഈ സാധനം സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുമ്പോ എത്ര വരും മക്കളെ? 9 + 9 + 3. ഓക്കെ ആണോടാ? 9, 9, 18, 3, 21. സമ്മ് വന്നത് 21 ആണ്. നിങ്ങൾ പറ, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എന്താണടാ ഇവിടുത്തെ സാഹചര്യം? പറഞ്ഞേടാ, ഒന്ന് കമന്റ് ചെയ്തേടാ. കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് എഴുതിയെടുക്കണേ, തീർന്നിട്ടില്ല, ഇനി അല്ല പൊളിപ്പൻ സാധനം വരാൻ പോകുന്നത്. പറഞ്ഞേടാ. 3 കൊണ്ട് പറ്റും, 9 കൊണ്ട് പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 9 അല്ല കിട്ടിയത്, മറിച്ച് മൾട്ടിപ്പിൾ ഓഫ് 3 ആ കിട്ടിയത്. ഒരേ സമയം ഡിവിസിബിലിറ്റി ഓഫ് 3ഉം 9ഉം അവിടെ ചെക്ക് ചെയ്യാൻ പറ്റി. ശരിയല്ലേ? ശരിയാണോ? ഒരേ സമയം ഡിവിസിബിലിറ്റി ഓഫ് 3ഉം ഒരേ സമയം ഡിവിസിബിലിറ്റി ഓഫ് 9ഉം അവിടെ ചെക്ക് ചെയ്യാൻ പറ്റി. ഇനി ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. താണ്ടേ സംഗതി എന്താണെന്ന് നോക്കിക്കോണേ. ഞാനൊരു 1-2 നമ്പറുകൾ തരാം. നിങ്ങൾക്ക് ആ നമ്പർ തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാ. എടാ, ഒന്നാമത്തെ ഓപ്ഷനിൽ 5, 6, 1, 1, 2. രണ്ടാമത്തെ ഓപ്ഷനില് ദാണ്ട് 8, 9, 4, 4, 5. 8, 9, 4, 4, 5. മൂന്നാമത്തെ ഓപ്ഷനില് അവിടെ 4, 9, 6, 5, 3. 4, 9, 6, 5, 3. അടുത്ത നാലാമത്തെ ഓപ്ഷനില് അവിടെയുള്ളത് 5, 8, 5, 5, 6. കണ്ടോ? 4 സംഖ്യകൾ നമ്മുടെ മുമ്പിൽ ഇപ്പൊ കിടപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോടാ? 4 സംഖ്യകൾ കിടപ്പുണ്ട്. അതാണ്ട് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. കണ്ടോ?
നിങ്ങൾ ഇവിടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത് 3 and 9 വേണ്ടിയിട്ടാ. ആർക്ക് വേണ്ടിയിട്ടാ? 3 and 9 വേണ്ടിയിട്ടുള്ള ഡിവിസിബിലിറ്റി എവിടെ ചെക്ക് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ 9കളെ വെട്ടിക്കളയണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. എന്താ ചെയ്യണ്ടേ? ഒന്ന് പറഞ്ഞേടാ, ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേടാ. 9കളെ വെട്ടിക്കളയണം. എന്താ പറഞ്ഞേ? 9കളെ വെട്ടിക്കളയണം. എന്ത് ചെയ്യണോടാ? 9കളെ വെട്ടിക്കളയണം. ഓക്കെ ആണോ മക്കളെ? തീർന്നിട്ടില്ലേ? നല്ല നല്ല സാധനങ്ങൾ ഇനിയാണ് വരാൻ പോകുന്നത്. കേട്ടോണേ, പിന്നത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ഉപകാരം ഇല്ലാതായി പോവും. ഓക്കെ, കൃത്യമായിട്ട് കേട്ടോണം, മുതലാക്കിയിട്ട് തന്നെ ഇവിടുന്ന് പോകണം. കേട്ടോ? എന്താ ഞാൻ പറഞ്ഞേ? 9കളെ വെട്ടിക്കളയണം. ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ക്യാൻസൽ 9കൾ ക്യാൻസൽ ചെയ്യണം. എങ്ങനെയാണെന്നറിയാവോ? ദാ നോയിക്കോണേടാ. എടാ 6ന്റെ കൂടെ 2 1 3 കൂട്ടിയാ എത്ര ആയടാ? 9. ആ 9നെ ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനി അവിടെ അവശേഷിക്കുന്നതായ സംഖ്യ ആരാണെന്ന് നോക്കേടാ. ഒരു 5 ഉണ്ട്, ഒരു 1 ഉണ്ട്. 5 1 കൂടെ കൂട്ടുമ്പോ എത്ര വരും മക്കളെ? 6 വരും. ഡൗട്ടില്ലേ? 5ഉം 1 കൂടെ കൂട്ടുമ്പോ എത്ര വരും ഇവിടെ? 6 വരും. ഡൗട്ടില്ലേ? ഡൗട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടോ? 5 1 കൂടെ കൂട്ടുമ്പോ അവിടെ നമ്മൾ 9 അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനി 5 1 കൂടെ കൂട്ടുമ്പോ 6 വരും. അങ്ങനെ കൂട്ടി വെക്കണം. ഇനി നോക്കേ, ഞാൻ ഇനി ഇതാ ഈ അടുത്ത നമ്പറിനകത്തുനിന്ന് 9 വെട്ടിക്കളഞ്ഞു. ഓക്കെ ആണോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണേ. 5ഉം 4 കൂടെ കൂട്ടുമ്പോഴും 9ആ. അവശേഷിക്കുന്നത് എന്താ? ഇനി അവിടെ 8 ഉണ്ട്, 4 ഉണ്ട്. 8ഉം 4 കൂടെ കൂട്ടുമ്പോ വരുന്നത് 12. ഡൗട്ട് ഉണ്ടോ? ഇനി ഇതാ അടുത്ത സംഖ്യ നോക്കൂ. 9 വെട്ടിക്കളയാൻ പോവാ. അതാ ഒരു 9 വെട്ടി. 5ഉം 4 കൂടെ കൂട്ടുമ്പോ 9ആ. 6ഉം 3 കൂടെ കൂട്ടുമ്പോ 9ആ. ഇനി ഇവിടെ ആരുമില്ല. ആൻസർ 0. കണ്ടോ? ഇനി ഇതാ ഇപ്പുറത്തുനിന്ന് ഇതേ കണക്കോലെ ചെയ്യാൻ പോവാ. ദാണ്ടേ 5 6ഉം 5ഉം 4ഉം 9 വരത്തില്ലല്ലോടാ. 8 8ഉം 5ഉം 13, 5 18. കണ്ടോടാ? ഇത്രയും കൂടെ കൂട്ടുമ്പോ 18 വരും. 9 ഗുണം 2 18. അതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 6ഉം 5ഉം ആ. കൂട്ടുമ്പോ എത്ര വരും മക്കളെ? കൂട്ടുമ്പോ അത് എത്ര വരുവാടാ? 6ഉം 5ഉം കൂടെ 11 വരും. ശരിയാണോ? ഇതുവരെ പിടികിട്ടിയോ? അടാ 9 അല്ലെങ്കിൽ 9ന്റെ ഗുണിതങ്ങളെ വെട്ടിക്കളയുക. വേറെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഇനി പറ, ഈ പറയുന്ന ആദ്യത്തെ ഓപ്ഷനിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കേടാ. താണ്ട് ഈ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കേടാ. ഇവിടെ സം ഓഫ് ഡിജിറ്റ്സ് കിട്ടിയത് 3 ആ. ഈ പറയുന്ന 6 എന്ന് പറയുന്ന ആള് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 ആ. അതുകൊണ്ട് ഇവൻ ഡിവിസിബിൾ ബൈ 3 ആകുന്നുണ്ട്. പക്ഷെ അവൻ എന്താകുന്നില്ല? ഡിവിസിബിൾ ബൈ 9 ആകുന്നില്ല. കാരണം എന്താ? അവശേഷിച്ചത് 6 ആ. ഡിവിസിബിൾ ബൈ 9 ആകണമെങ്കിൽ ആ 0യിൽ എൻഡ് ചെയ്താൽ മതി. ഇവനാണ് ഡിവിസിബിൾ ബൈ 9. മനസ്സിലായോ? 0 9കളെ വെട്ടിക്കളയുമ്പോ 0 ആണ് കിട്ടുന്ന സം ഓഫ് ഡിജിറ്റ്സ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അവൻ ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. ഇനി പറ 12 ഡിവിസിബിൾ ബൈ 9 അല്ല. ഇവൻ എന്താണ്? ഡിവിസിബിൾ ബൈ എന്താണ്? 3 ആണ്. ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ തന്ന 4 ഓപ്ഷനുകളെയും ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാലോ. എന്താ? ഇവിടെ 3 കൊണ്ട് പറ്റും. ഇവനെയും നമുക്ക് എന്തായാലും ഈ 4ാമനെ വെറുതെ വിട്ടേരെ. ഞാൻ തൽക്കാലം ഈ 3 പേരെയും കൂടെ ഒന്ന് കണക്കിലെടുത്തേ. ആദ്യത്തെ ആള് ദാണ്ട്, രണ്ടാമത്തെ ആള് ഈ 3 പേരെ കണക്കിലെടുത്തേ. ഇതിനകത്തുനിന്ന് ഒരു ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 3 പേരെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഡൗട്ട് ഉണ്ടോ? ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ മാത്രം പറയാം. ഇനി ഞാൻ ഡിവിസിബിൾ ബൈ 10 എന്താണെന്ന് പറയണോ? ഡിവിസിബിൾ ബൈ 10 എന്താണെന്ന് പറയണോ? നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഡിവിസിബിൾ ബൈ 10 ആകണമെങ്കിൽ എൻസ് വിത്ത് 0 അവസാനിക്കുന്നത് ഒരു 0-ത്തിലാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. ഡിവിസിബിൾ ബൈ 10 ആണെങ്കിൽ എന്താണെന്നാ പറഞ്ഞ? എൻസ് വിത്ത് 0. ഓക്കെ ആണോ? ഓക്കെ ആണോ? എൻസ് വിത്ത് 0. ഇത് നമുക്ക് അറിയാം. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ഇനി പഠിക്കാൻ പോകുന്നതാണ് തരംഗ സാധനങ്ങൾ. ഇനി പഠിക്കാൻ പോകുന്നതാണ് ലെവൽ ഐറ്റങ്ങൾ. ഒരുപാട് ആപ്ലിക്കേഷനുകളുള്ള സാധനങ്ങളാണ് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു തരാൻ പോകുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിനെ കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അവരിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ആ അടുത്ത സെക്കൻഡ് ലെവലിലേക്ക്. ഒന്നാമത്തെ ലെവല് കഴിഞ്ഞു, നമ്മുടെ ഫസ്റ്റ് ലെവല് നമ്മൾ കഴിഞ്ഞു. ആരോ ഒരാളൂടെ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഇട്ടു. ഇനി നമുക്ക് ഒരു ലെവലും കൂടെ ഉണ്ട് തീർക്കാൻ. ഇനി ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആരൊക്കെ ആയിരിക്കൂടാ? പറഞ്ഞേ. പ്രൈം നമ്പേഴ്സ് ക്രാക്ക് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഇനി ആരെയൊക്കെ ആയിരിക്കണം ഞാൻ പറയുന്നേ? ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്.
ആരെയൊക്കെ വരണം? വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ആളുകളാണ് ഇനി വരാൻ പോകുന്നത്. ഒന്ന്, ഡിവിസിബിൾ ബൈ 11. ഓക്കെ, ഒന്നാമത്തെ ആള് 11. എന്താ ഇവിടെ വരുന്നതെന്നറിയാം മകളെ? ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം എന്ന് പറയുന്നത് സബ്സ്ട്രാക്ട് ഓൾട്ടർനേറ്റ് സംസ്. എന്താ പറഞ്ഞേ? സബ്സ്ട്രാക്ട് ഓൾട്ടർനേറ്റ് സംസ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഓൾട്ടർനേറ്റ് ആകുന്ന സ്ഥാനങ്ങളെ കൂട്ടി തങ്ങളിൽ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും, ഓർ യു വിൽ ഗെറ്റ് 11. ഇത് രണ്ടും കിട്ടിയാൽ ഇത് ഡിവിസിബിൾ ബൈ 11 ആകും എന്ന് ഉറപ്പിക്കാം. ഇപ്പൊ നിങ്ങൾക്കൊരു വലിയ ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാകും. ഈ ഓൾട്ടർനേറ്റ് സം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിയാക്കി തരാം. ഓൾട്ടർനേറ്റ് സം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എടുക്കുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് 396 എന്നാണെന്നിരിക്കട്ടെ. ഞാൻ ചോദിക്കുക ഇത് ഡിവിസിബിൾ ബൈ 11 ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓൾട്ടർനേറ്റ് സ്ഥാനങ്ങൾ ഒന്നാമനേതാ പിക്ക് ചെയ്തു. ഈ ഒന്നാമന്റെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമനെ എടുക്കരുത്, അടുത്ത ആളിനെ എടുക്കണം. കണ്ടോ? അപ്പൊ 1 കഴിഞ്ഞാൽ 3, 5, 7, 9, 11 ഇങ്ങനെ സ്ഥാനങ്ങളെ എടുക്കണം, എന്നിട്ട് കൂട്ടണം. ഇനി എന്ത് ചെയ്യണം? അതാണ് ഒരു സം. രണ്ടാമത്തെ സം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എടുക്കാതെ വിട്ടവന്മാരെ കൂട്ടുക. അതായത് 2, 4, 6 എന്ത് ചെയ്യുക? ഒന്നുമില്ല, ഈവൻ സ്ഥാനങ്ങൾ ഓഡ് സ്ഥാനങ്ങൾ കൂട്ടുക. സം ഓഫ് ഈവൻ പ്ലേസസ്, സം ഓഫ് ഓഡ് പ്ലേസസ്, എന്നിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക വലുതിന്ന് ചെറുത്. കിട്ടുന്നത് 0 അല്ലെങ്കിൽ എത്ര വരണോടാ? 11 വരണം. ഇത് തങ്ങളിൽ ഒന്ന് കുറച്ച് നോക്കേ. 6 3 കൂട്ടുമ്പോ എത്ര വരൂടാ? 6 + 3 എന്ന് പറയുന്നത് 9. ഇവിടെ നടുക്ക് ആരാടാ ഉള്ള? 9 ഉണ്ട്. സോ 9 ഉണ്ട്. ഈ ഓൾട്ടർനേറ്റ് സമ്മുകൾ കിട്ടി. 9 - 9 എത്ര വരൂടാ? 0. ഒന്ന് പറഞ്ഞേടാ, സാധനം ഡിവിസിബിൾ ബൈ 11 ആണോ അല്ലയോ? സാധനം ഡിവിസിബിൾ ബൈ 11 ആണോ അല്ലയോ? ഡിവിസിബിൾ ബൈ 11 ആണോ അല്ലയോ? സാധനം ഡിവിസിബിൾ ബൈ 11 ആണോ അല്ലയോ? എന്നാ അടുത്തൊരു എക്സാമ്പിൾ തരട്ടെ. 1, 6, 8, 3, 1, 2. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേടാ. എങ്ങനെ ഓൾട്ടർനേറ്റ് സ്ഥാനങ്ങൾ നോക്കുന്നേ? ഒന്നാം സ്ഥാനം എടുത്താൽ പിന്നെ 3-ാം സ്ഥാനം എടുക്കണം, 3 എടുത്താൽ പിന്നെ 5 എടുക്കാവൂ. ഇനി എന്ത് ചെയ്യണം? അവിടെ ഇവന്മാരെ മൊത്തം കൂടെ കൂട്ടണം. 1, 8, 0. ഇനി അടുത്ത ഏത് സ്ഥാനങ്ങളാ ഉള്ളത്? 2, 4 ഈവൻ പ്ലേസസ് ഉണ്ട്. 6 കഴിഞ്ഞാൽ പിന്നെ 4-ാം സ്ഥാനത്തുള്ള 3, പിന്നെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന 0. സമ്മുകൾ ഒന്ന് എടുത്തു നോക്കേടാ. ഇവിടെ എങ്ങനെ വരും? 1 + 8 + 0. ഇനി അവിടെ ആരാടാ ഉള്ളത്? 6 + 3 + 0. 8 1 9, 6 3 9. സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ആൾ ഡിവിസിബിൾ ബൈ 11 തന്നെയാണടാ. ഡൗട്ട് ഉണ്ടോ? തന്നിരിക്കുന്ന ആൾ ഡിവിസിബിൾ ബൈ 11 തന്നെയാണടാ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? എന്നാൽ അടുത്തൊരു ചോദ്യം പിടിച്ചോ. 28 611. ഇതൊരു നമ്പറാ. ഇത് ഡിവിസിബിൾ ബൈ 11 ആണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തേടാ. ഓൾട്ടർനേറ്റ് സ്ഥാനങ്ങളെ നോക്കിയാൽ മതി. 2 കഴിഞ്ഞാൽ പിന്നെ 6, 6 കഴിഞ്ഞാൽ 1. ഇവിടെ 8 പിന്നെ ഉള്ളത് ഓൾട്ടർനേറ്റ് പ്ലേസ് 1. കൂട്ടി നോക്കേ. 6 2 8 1 9 മൈനസ് 8 1 9 കുറയ്ക്കുമ്പോ 0. സോ തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 11 ആണ്. ഡൗട്ട് ഉണ്ടോ? എന്നാ ഒരു നമ്പറൂടെ പിടിച്ചോ. 6 4 2 3 1 7 1 3. ഇത്രയും വലിയൊരു സംഖ്യ പറഞ്ഞേടാ. ഇത് ഡിവിസിബിൾ ബൈ 11 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. ഇതും കൂടെ മതി. 6 കഴിഞ്ഞാൽ 2 എടുക്കണം, 2 കഴിഞ്ഞാൽ 1 എടുക്കണം, 1 കഴിഞ്ഞാൽ ഈ 1 എടുക്കണം. ഇനി ഇവിടെ താഴെ അടുത്ത ഓൾട്ടർനേറ്റ് സം എടുക്കാം. 4 കഴിഞ്ഞാൽ 3 എടുക്കണം, 3 കഴിഞ്ഞാൽ 7 എടുക്കണം, 7 കഴിഞ്ഞാൽ 3 എടുക്കണം. സം എത്ര വരും ഇവിടെ? 6 2 8 1 9 1 10. ഓക്കെ. ഇനി ഇവിടെ 4 3 7 7 പറഞ്ഞോ. 4 4 3 7 7 7 14 14 3 17. 10 17 അല്ലെങ്കിൽ വലുതിന്ന് ചെറുത് കുറച്ചാലും മതി. 17 - 10.
ആൻസർ എന്താ വരും ഇവിടെ? 17 10 പോയാൽ 7 വരുന്നത്. 7 പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. നോട്ട് ഡിവിസിബിൾ ബൈ 11. ഡൗട്ട് ഉണ്ടോ? എന്താ 11ന്റെ ഡിവിസിബിലിറ്റി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയോ? 11ന്റെ ഡിവിസിബിലിറ്റി ഇനി ഡൗട്ട് ഉണ്ടാവുമോ? 11ന്റെ ഡിവിസിബിലിറ്റിയിൽ ഇനി ഡൗട്ട് ഉണ്ടാവുമോ? ഇല്ല. ഉറപ്പാണോ? എന്നാ അടുത്തവനെ പിടിച്ചോ. ഡിവിസിബിൾ ബൈ 12 വേണ്ട, നമുക്ക് 13 മതി. 13 നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാകില്ല. നേരത്തെ നമ്മൾ 7ന്റെ ഡിവിസിബിലിറ്റി പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒറ്റ എന്ന സ്ഥാനം മാറ്റിയിട്ടിട്ടുള്ള, ഇവിടെ യൂണിറ്റ് പ്ലേസിനെ നമ്മൾ ഇവിടെ മാറ്റിയിടണമെന്ന് പറഞ്ഞില്ലേടാ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം? അവിടെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചതിന് പകരം ഇവിടെ എത്ര കൊണ്ട് ഗുണിക്കണം? ഒരു 4 കൊണ്ട് ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട്. എന്നിട്ട് തങ്ങളിൽ അവശേഷിക്കുന്ന സംഖ്യകളുമായി കൂട്ടണം. ഓക്കെ ആണോ? കൂട്ടുമ്പോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 13 ആണോ വരുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഡിവിസിബിൾ ബൈ 13 കിട്ടും. ഈ സാധനം ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഈ സാധനം ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ആണോടാ? ആണോടാ? എന്നാതാ നോക്കടാ. താണ്ടേ ഒരു ഡിവിസിബിൾ ബൈ 13ന്റെ എക്സാമ്പിൾ 11 18 1118. ഇത് ഡിവിസിബിൾ ബൈ 13 ആണോ? ഇത് ഡിവിസിബിൾ ബൈ 13 ആണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തേടാ. ആ വൺസ് പ്ലേസിനെ മാറ്റിയിട്ടു. 1 മാറ്റിയിട്ട് 1 1 1 ദാണ്ട് ഇവിടെ ഒരു 8. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 4 കൊണ്ട് ദാണ്ട് ഗുണിച്ചു. 4 32. 111 നിന്ന് 32 പോയാൽ എത്ര വരും? 10. 11 2 പോയാൽ 9. ഇനി അടുത്തത് എന്താ ഉള്ളത്? ഇവിടെ 1 ഇപ്പുറം കൊണ്ടുവന്നാ 11 ആക്കിയ. 10 3 പോയാൽ 7. മക്കളെ 79ഉം 13ഉമായിട്ട് കുറയ്ക്കണോ കൂട്ടണോ? കുറയ്ക്കുകയല്ലേ, കൂട്ടുകയാണ്. അപ്പൊ ഇത് കൂട്ടണം. അപ്പൊ ആൻസർ എന്ത് വരും നോക്കടാ. കുറയ്ക്കുകയല്ല, കൂട്ടുകയാണ്. തെറ്റിപ്പോയിരിക്കാൻ ഒരു വട്ടം കാണിച്ച് കൂട്ടണം കേട്ടോ. 2 1 3, 11 3 14. 143 എന്ന് പറയുന്നത് 13ന്റെ ഗുണിതമാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. 13 ഗുണം 10 130. അതിന്റെ കൂടെ ഒരു 13 കൂടെ ആയാൽ 143 വരുന്നേ. അതുകൊണ്ട് തന്നിരിക്കുന്ന ആൾ എന്തായിരിക്കൂടാ? ഡിവിസിബിൾ ബൈ 13 കൺഫേംഡ്. ഡിവിസിബിൾ ബൈ 13 കൺഫേംഡ്. ഡൗട്ട് ഉണ്ടോ? ഇത് പ്രൈം നമ്പേഴ്സുകൾ ക്രാക്ക് ചെയ്യാൻ ഇവൻ അത്യാവശ്യമാണ്. പ്രൈം നമ്പേഴ്സ് ക്രാക്ക് ചെയ്യാൻ ഇവൻ അത്യാവശ്യമാണ്. എന്താണെന്നൊക്കെ അവിടെ പറഞ്ഞു തരാം. പക്ഷെ നിലവിൽ നമ്മൾ ഡിവിസിബിലിറ്റി മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ. മകളെ സാധനം ഇഷ്ടപ്പെട്ടോ? ഇനി ഇതറിയാവുന്നവന് ഈ പറയുന്ന ഡിവിസിബിൾ ബൈ 17 പഠിക്കാൻ ഒരു പാടുമില്ല. ഈ പറയുന്നവനെ പഠിക്കാൻ അറിയാവുന്നവന് ഡിവിസിബിൾ ബൈ 17 പഠിക്കാൻ ഒരു പാടുമില്ല. എന്താണ് 17ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞു തരട്ടോടാ? പറയണോ? ഇതുവരെല്ലാം കൃത്യമാണോടാ? ഇപ്പൊ നിങ്ങൾ ഈ ചെയ്ത പണിയില്ലേ? എന്താ? വൺസ് പ്ലേസ് തരം തിരിച്ചു. താണ്ട ഇവിടെ നിങ്ങൾ എഴുതിയത് യൂണിറ്റ് സ്ഥാനത്തിനെയാണ്. ഇനി നിങ്ങൾ ഇവിടെ 13 കണ്ടുപിടിക്കാൻ 4 കൊണ്ടല്ലേ ഗുണിച്ചേ? 17ന്റെ ഡിവിസിബിലിറ്റി കാണാൻ നിങ്ങൾ അവിടെ 5 കൊണ്ട് ഗുണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവശേഷിക്കുന്ന ആളിൽ നിന്ന് എന്ത് ചെയ്യണം? ഇവനെ കുറയ്ക്കണം, സബ്സ്ട്രാക്ട് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ ആണോ? ഇവിടെ 5 കൊണ്ട് ഗുണിച്ചിട്ട് തങ്ങളിൽ കുറച്ചാൽ മതി. 5 കൊണ്ട് ഗുണിച്ചിട്ട് തങ്ങളിൽ കുറച്ചാൽ മതി. ഓക്കെ ആണോ? 5 കൊണ്ട് ഗുണിച്ചിട്ട് തങ്ങളിൽ കുറച്ചാൽ മതി. ഓക്കെ ആണെങ്കിൽ പറയാം. 5 കൊണ്ട് ഗുണിക്കുക, തങ്ങളിൽ കുറയ്ക്കുക. ഓക്കെ ആണോടാ? ഇപ്പൊ ഞാനൊരു സംഖ്യ തരാം. 527. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേടാ. 527 വൺസ് പ്ലേസ് മാറ്റി 5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 35 വരും. 52 മൈനസ് 35. 527 വരുമ്പോ ഇവിടെ എത്ര കൊണ്ട്? 5 കൊണ്ടല്ലേടാ ഇവിടെ ഗുണിക്കണ്ടേ? വൺസ് പ്ലേസിന് 5 കൊണ്ട് ഗുണിക്കുമ്പോ 35. 52 മൈനസ് 35. ആൻസർ എത്ര വരും ഇവിടെ? 12 5 പോയാൽ 7, 4 3 പോയാൽ 1,
17 ലഭിച്ചു. അപ്പൊ ഒന്നുകിൽ 0 കിട്ടും, അല്ലെങ്കിൽ 17ന്റെ ഗുണിതം കിട്ടും കുറച്ചാലേ. അങ്ങനെ വന്നാൽ ഡിവിസിബിലിറ്റി ഓഫ് 17 ഈസ് കൺഫേംഡ്. ഡൗട്ട് ഉണ്ടോ? അങ്ങനെ വന്നാൽ ഡിവിസിബിലിറ്റി ഓഫ് 17 ഈസ് കൺഫേംഡ്. ഡൗട്ട് ഉണ്ടോ? ഉണ്ടേ പറഞ്ഞു. പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ, പ്രൈം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പ്രൈം നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന രണ്ടാമത്തെ ആൾ ഇവനാ. ഓക്കെ ആണോ? ഇനി പറയാൻ പോകുന്ന ആള് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണെന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് ഡിവിസിബിലിറ്റി ബൈ 7 അറിയാം, ശരിയല്ലേ? ഇവിടെ എന്ത് ചെയ്യണം? ദാണ്ട് ഇവിടെ ഒരാളുണ്ടാവും, ഇവിടെ ഒരു വൺസ് പ്ലേസ്, യൂണിറ്റ് പ്ലേസ് ഇവിടെ ഉണ്ടാവും. യൂണിറ്റ് പ്ലേസിലുള്ള ആളെ 2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടാനാണോ കുറയ്ക്കാനാണോ ഞാൻ പറഞ്ഞത്? കുറയ്ക്കാനല്ലേ ഡിവിസിബിലിറ്റി ബൈ 7. ഇത് കുറച്ചാൽ കിട്ടുന്നത് 7ന്റെ ഡിവിസിബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എത്രയേ ഉള്ളൂ. ഡിവിസിബിൾ ബൈ 19 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ദാ ഇവിടെ ഉള്ള ആളെയും ഇവിടെ ഉള്ള ആളെയും കൂടെ നിങ്ങൾ നേരത്തെ ചെയ്തത് കുറയ്ക്കുകയല്ലേ, ഇത് കൂട്ടണം. വൺസ് പ്ലേസിലുള്ള ആളെ 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഗുണിച്ചിട്ട് കുറച്ചാൽ കിട്ടുന്നത് ഡിവിസിബിൾ ബൈ 7 ആ. 2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടിയാൽ കിട്ടുന്നത് ഡിവിസിബിൾ ബൈ 19. ഡൗട്ട് ഉണ്ടോ? അപ്പോ 7ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന അതേ സമയത്ത് നമുക്ക് 19ന്റെ ഡിവിസിബിലിറ്റിയിലേക്കും ചെല്ലാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ആണോടാ? ഒരേ സമയം രണ്ടിടത്തോട്ടും ചെല്ലാം. എന്നാൽ ദാ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. 323 ഇവന്റെ ഡിവിസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞേടാ. ഇവന്റെ ഡിവിസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞേടാ. 323ന്റെ ഡിവിസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്തേടാ. എന്താ വരുടാ? ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതല്ലേ ഉള്ളൂ. ഇവിടെ ദാണ്ട 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ വരുമെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ എന്തായാലും ഓടാണ്, കൂട്ടി നോക്ക്. ഈ 323ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? വേണ്ട, നമുക്ക് 1 തൊട്ട് അങ്ങ് വരെ നോക്കാടാ, അതായിരിക്കും എളുപ്പം. നമ്മുടെ 2 തൊട്ട് ഈ പറയുന്ന 19 വരെ ഞാൻ ഇപ്പൊ പറഞ്ഞ ആളുകളെയും കണക്കിലെടുത്തു. 2 തൊട്ട് 19 വരെയും കണക്കിലെടുത്തു. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, 323ന്റെ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ആരെയൊക്കെ കൊണ്ട് ഇവനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 323 ഡിവിസിബിൾ ബൈ ആരെയൊക്കെ കൊണ്ട് പറ്റുമെന്നാ ചോദ്യം. ഇത് ഒന്നാമത്തെ കാര്യം. നമുക്ക് ഈവൻ നമ്പർ അല്ല, ഈവൻ നമ്പർ അല്ല ഇവൻ എന്ന കാരണം കൊണ്ട് നമുക്ക് ഏതൊക്കെ ഡിവിസിബിലിറ്റി ഇനി ചെയ്യണ്ട? 2 കൊണ്ട് നോക്കണ്ട, 4 കൊണ്ട് നോക്കണ്ട, 6 കൊണ്ട് നോക്കണ്ട, 8 കൊണ്ട് നോക്കണ്ട, 10 കൊണ്ട് നോക്കണ്ട. ഇത്രയും പേരെ അവോയ്ഡ് ചെയ്യാം, ശരിയല്ലേ? ഇവൻ ഓഡ് നമ്പർ ആണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് 2 നോക്കണ്ട, 4 നോക്കണ്ട, 6 നോക്കണ്ട, 8 നോക്കണ്ട, 10 നോക്കണ്ട, ശരിയല്ലേ? കാരണം എന്താ? ഇവന്മാരുടെ എല്ലാവരുടെയും ഡിവിസിബിലിറ്റി അല്ലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സിൽ മാത്രമാണ് വർക്ക് ആവുന്നത്. ഇനി അപ്പൊ ആരെയൊക്കെ നോക്കണം? ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കണം. ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കേടാ മക്കളെ. സം ഓഫ് ഡിജിറ്റ്സ് നോക്കുക. 3 2 5 3 8. 8 എന്ന് പറയുന്നത് എന്തല്ല? നോട്ട് ഡിവിസിബിൾ ബൈ. 8 എന്ന് പറയുന്നത് അല്ലല്ലോ, നോട്ട് ഡിവിസിബിൾ ബൈ ആണോടാ? 8 എന്ന് പറയുന്നത് 3യുടെ സം ഓഫ് ഡിജിറ്റ്സ് നോക്കുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ അല്ലല്ലോ. ഇനി ഇവിടെ ആരെ നോക്കണം? 5ൽ അവസാനിക്കുന്നവനാണോ നോക്കേടാ. അതുകൊണ്ട് ഈ 5ൽ അവസാനിക്കാത്ത ആളായതുകൊണ്ട് തന്നെ നമുക്ക് എന്തും ചെയ്യാം. 5ൽ അവസാനിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് ഈ 5നെ മാറ്റി നിർത്താം. 5ലോ 0ലോ അല്ലേ തീരണ്ടേ? അത് രണ്ടും വരുന്നില്ല. 0ൽ എന്ത് ചെയ്താൽ ഓൾറെഡി അത് ഈവൻ ആകും, 2 കൊണ്ട് പറ്റും. ഇതിപ്പോ 5ലാണോ നോക്കിയാൽ മതി. 5നെ മാറ്റി നിർത്തി. ഇനിയിപ്പോ നോക്കാൻ അവിടെ ഉള്ളത് ഡിവിസിബിൾ ബൈ 7 ആ. ഡിവിസിബിൾ ബൈ 7 ആണോ നോക്കേടാ. അപ്പൊ എന്ത് ചെയ്യണം? യൂണിറ്റ് പ്ലേസിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എത്ര വരും? 3 ആണ് യൂണിറ്റ് പ്ലേസിലുള്ളത്. 3 × 2 6. 32 6 പോയാൽ എത്ര വരൂടാ? 32ൽ നിന്ന് 6 പോയാൽ എത്ര വരൂടാ? 32 എന്ന് പറയുന്നതിൽ നിന്ന് 6 പോയാൽ എത്ര വരൂടാ? 26 വരുന്നത്. ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. നോട്ട് ഡിവിസിബിൾ ബൈ 7 ആണ്. 7ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന അതേ സമയത്ത് വേറൊരാളുടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാമല്ലോ. അതാരാ? 7ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന അതേ സമയത്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വേർത്തനുണ്ടല്ലോ, അതാരാ? 19. അപ്പൊ എന്ത് ചെയ്യണം? 32 പ്ലസ് -6 ഇട്ടത് +6 എന്ന് ഇട്ടാ മതി. അപ്പൊ ആൻസർ എന്ത് വരൂടാ? 32 6 38. 19ന്റെ മൾട്ടിപ്പിൾ ആണ് 38. ശരിയാണോ? സോ ഡിവിസിബിൾ ബൈ 19 ആണ്. ഓക്കെ ആണോ? ഡിവിസിബിൾ ബൈ 19 ആണ്. ഇനി നമുക്ക് അവിടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത് 9 കൊണ്ട്. 3 കൊണ്ട് പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരിക്കലും 9 കൊണ്ടും പറ്റൂലല്ലോ.
3 കൊണ്ട് പറ്റില്ല എങ്കിൽ 9 കൊണ്ടും പറ്റൂലല്ലോ. ഇനി അവിടെ 11ന്റെ ഡിവിസിബിലിറ്റി നോക്കാനാണ് ഉള്ളത്. 323. താണ്ടേ 3 3 6, 6 2 പോയാൽ 6 2 പോയാൽ 4. ഇതെന്തല്ല, നോട്ട് ഡിവിസിബിൾ ബൈ 11. എന്താണ്? നോട്ട് ഡിവിസിബിൾ ബൈ 11. ഡൗട്ട് ഉണ്ടോ? ഇനി 13ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തേടാ. 32 ബാർ ഇട്ടു 3 എഴുതി. 13 ആണെങ്കിൽ ഗുണം 4 ഇടണം. 4 3 12 ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഇത് സമ്മ് ചെയ്യേണ്ട സാഹചര്യമാണ്. അപ്പൊ എന്ത് വരണം? 32 പ്ലസ് 12 എത്ര വരുടാ? 44. 44 എന്ന് പറയുന്നത് 13ന്റെ ഗുണിതത്തിൽ ഉണ്ടോ? ഇല്ല. നോട്ട് ഡിവിസിബിൾ ബൈ 13. ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താ ഉള്ളേ? 32 ബാർ ഇട്ടു ഒരു 3. 17ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. ഇതിനിടയിലുള്ള 14 15 ഒന്നും വേണ്ട. നമുക്ക് നേരെ ഡിവിസിബിൾ ബൈ 17നകത്തോട്ട് പോവാം. എത്ര കൊണ്ടാ? 5 കൊണ്ട് ഗുണിക്കണം. തങ്ങളിൽ കൂട്ടുകയല്ല കുറയ്ക്കുകയല്ലേ വേണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? 32 മൈനസ് i3 15 ആണ്. അപ്പൊ 32ന്ന് 15 പോയാൽ എത്ര വരൂടാ? 35ന്ന് 10 പോയാൽ 22. അതിൽ നിന്നും കൂടെ ഒരു 5 പുറവിലേക്ക് പോട്ടെ, 17 വരും. ശരിയാണോ? അപ്പൊ ഇവൻ എന്താണ്? ഡിവിസിബിൾ ബൈ 17 ആണ്. കണ്ടോ? ഡിവിസിബിൾ ബൈ 17 ആണ്. ഓക്കെ ആണോ? അപ്പോ നമ്മുടെ CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, ALP ആയിക്കോട്ടെ, JE ആയിക്കോട്ടെ, SSCയുടെ നമ്മുടെ എക്സാമുകളായ മറ്റേതെങ്കിലും പരീക്ഷകളായിക്കോട്ടെ, നമ്മുടെ കേരള PSCയുടെ പരീക്ഷകളായിക്കോട്ടെ, ഈ പറയുന്നതായ പരീക്ഷകളിലെല്ലാം തന്നെ ഡിവിസിബിലിറ്റി ഓഫ് നമ്പേഴ്സ് വളരെ പ്രസക്തമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകാം. പിന്നെ പ്രൈം നമ്പേഴ്സിനകത്ത് നിന്ന് പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. പ്ലസ് മറ്റു പല മേഖലകളിലും ഇതിന്റെ ആപ്ലിക്കേഷനുകൾ ഉണ്ട് എന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിന് ഇത്രയേറെ സ്ട്രെസ് കൊടുത്തത്. ഇനി പറ, ഡൗട്ട് ഉണ്ടോടാ?